ഇപ്പോൾ സന്തോഷ് എന്ന് പറഞ്ഞ പടം ഹിന്ദിയിലുള്ള പടം, പക്ഷേ കനഡിയനോ ബ്രിട്ടീഷോ അങ്ങനെയായിട്ടുള്ള ഒരു സംവിധായകയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അത് രാജ്യത്ത് പ്രദർശിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ ആ ഭാഗത്തെ സംസ്ഥാനങ്ങളിലെ പോലീസ് ക്രൂരതയും ദളിത് വിരുദ്ധതയും മറ്റുമൊക്കെ വല്ലാതെ ചിത്രീകരിച്ച് വെച്ചിരിക്കുകയാണ് എന്നാണ് പലയിടങ്ങളായിട്ട് വായിച്ചത് മനസ്സിലായത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഇവിടെ എന്താ വിമർശിക്കപ്പെടുക? ഇവിടെ ഇതേ നമ്മുടെ മുരളി ഗോപിയും മറ്റും വിമർശിക്കാനെടുത്ത സിനിമയിൽ ഇത്ര രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ വരില്ല. പക്ഷേ ആ പ്രദേശത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷമാകെ തന്നെയും ഇത്രക്ക് കുഴപ്പം പിടിച്ചതായിരിക്കുകയാണ്. പരസ്പരം മതത്തിൻ്റെയൊക്കെ പേരിൽ വലിയ ശത്രുത അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുകയും അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് എന്നതുകൂടിയാണ് നമ്മൾ ഇത്തരം വിവാദങ്ങളെന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഇന്ന് രാവിലെയാണ് ഞാൻ പോയിട്ട് പടം കണ്ടത്. എനിക്ക് ഭാഗ്യത്തിന് കട്ട് ചെയ്യുന്നതിന് മുന്നേ കാണാൻ പറ്റും. ഇത് രാവിലെ 8:10 ഞാൻ പോയിട്ട് ആ പടം കണ്ടത്. അപ്പോൾ കട്ട് ചെയ്തിട്ടില്ല, ഉച്ചയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു കട്ടിങ് വന്നത്. അതുകൊണ്ട് എനിക്ക് മുഴുവനും കാണാനായി. ഇത് യഥാർത്ഥത്തിൽ ഈ സിനിമ എനിക്ക് കണ്ടപ്പോൾ വളരെ നന്നായിട്ടാണ് അനുഭവപ്പെട്ടത്. എനിക്ക് ഇത് സമഗ്രമായൊരു സിനിമയായിട്ടാണ് തോന്നിയത്. അതിനകത്ത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെ പറയുന്നുണ്ട്, ഹിന്ദുത്വ തീവ്രവാദികളെ പറയുന്നുണ്ട്, CPM-കാരെ പറയുന്നുണ്ട്, കോൺഗ്രസ്സുകാരെ പറയുന്നുണ്ട്, BJP-കാരെയും പറയുന്നുണ്ട്. ഈ പറയുന്ന സംഗതികളെല്ലാം പല ലെയറായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ ഗോദ്ര അല്ലെങ്കിൽ ഗുജറാത്ത് കലാപമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആംബിയൻസ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ കാണുമ്പോൾ. അത് ശരിയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ RRR ഒരു മെഗാ അറ്റ്മോസ്ഫിയറായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെയാണ്. സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സൗഹൃദവും പ്രണയവും മറ്റു പ്രശ്നങ്ങളൊക്കെ ചേർത്ത് വെച്ചിരിക്കുക. ഇപ്പോൾ ഹോളോകോസ്റ്റ് എന്ന് പറയുന്നൊരു വലിയ സംഭവം ലോകത്ത് നടന്നപ്പോൾ അത് സംബന്ധിച്ച് എത്ര സിനിമകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ഇന്ന് അല്പം മുമ്പ് ChatGPT-യോട് ചോദിച്ചു. അപ്പോൾ നമ്പർ തരാൻ പറ്റില്ല, ഹൺഡ്രഡ്സ് ഓഫ് ഫിലിംസ് എന്നാണ്. അപ്പോൾ ഈ ചരിത്രത്തിലെ വലിയ സംഭവങ്ങൾ, കൂട്ടക്കൊലകൾ, അത് സിനിമകൾക്ക് ആധാരമായിട്ട് വരും, സ്വാഭാവികമാണത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരം പോലെ വലിയ മെഗാ ഇവൻറ്റ്സ് സിനിമാക്കാർക്ക്, ഇതുപോലുള്ള മെഗാ സിനിമകൾ എടുക്കുന്ന ആളുകൾക്ക് ആംബിയൻസ് ആയിട്ട് അവിടെ വേണം. അങ്ങനെ ഒരു ആംബിയൻസ് ആയിട്ട് ഇദ്ദേഹം എടുത്തു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുഴുവൻ പേരെയും വിമർശിക്കുന്ന, ആത്യന്തികമായിട്ട് അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ ആ സുഭദ്രാബൻ എന്ന് പറയുന്ന ഹിന്ദു ക്യാരക്ടർ പറയുന്ന മതങ്ങൾ പരസ്പരം കുഴപ്പമില്ലാത്തതാണ്, അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്, മതവും രാഷ്ട്രീയവും ചേരുമ്പോഴാണ് വലിയ കുഴപ്പമുണ്ടാകുന്നത് എന്നുള്ളതാണല്ലോ അതിൻ്റെ തീം. അതിനകത്ത് RSS മാത്രം ഇത്രയൊക്കെ പ്രൊവോക്ഡായി എന്നത് ചരിത്രത്തിൽ എല്ലാ കാലത്തേക്കുമായിട്ട് എമ്പുരാനെ ഓർമ്മിക്കും. കേരള ചരിത്രത്തിൽ ഇതെന്തായാലും രേഖപ്പെടുത്തപ്പെട്ടിരിക്കും. കാരണം മോഹൻലാലിനെ പോലെ ഒരു ടവറിംഗ് പേഴ്സണാലിറ്റിയെ മലയാളത്തിലെ എല്ലാവരും ആദരിക്കുന്ന ഒരു മഹാനടനെ, പ്രത്യേകിച്ച് BJP-യും RSS-ഉമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നടനെ തന്നെയാണ് ഇവർ ആക്രമിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് അത് എക്കാലവും ഓർമ്മിക്കപ്പെടും.